ആരാടാ പറഞ്ഞത് ഇന്ത്യയിൽ അന്ധവിശ്വാസം കൂടുതലാണെന്ന്? ഇവിടെ അന്ധവിശ്വാസം ഒന്നുമില്ല. ഇവിടെ അഡ്വാൻസ് സയൻസ് ആണുള്ളത്. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ നോർത്തിലേക്ക് പോകണം. കമോൺ. അവിടുത്തെ ഏതോ ദൈവത്തിനെ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്ന ഡോക്ടർമാർ. കൊള്ളാം. കോമഡി ഇതൊന്നുമല്ല, അവരുടെ മുഖത്തെ ആ ഗൗരവം ഒന്ന് നോക്കിക്കേ. ഈ പൾസ് നോക്കുന്നത് ദൈവത്തിന്റെ ആണോ അതോ ഇവന്മാരുടെ കോമൺ സെൻസിന്റെ ആണോ? എന്റെ ബലമായ സംശയം ഇവന്മാരൊന്നും പഠിച്ച് പാസ്സായതായിരിക്കാൻ യാതൊരു ചാൻസും കാണുന്നില്ല. ഇതൊക്കെ എന്തോ സ്ക്രാച്ച് ആൻഡ് വിൻ വഴി എങ്ങാണ്ട് ഡോക്ടർ ആയതാ, അല്ലെങ്കിൽ ഇമ്മാതിരി പണി കാണിക്കുവോ? ഗ്ലോബൽ പാലൊഴിച്ച് പൂജ ചെയ്താൽ ഗ്ലോബൽ വാർമിംഗ് കുറയുമോ? എന്നാൽ കുറയും. അങ്ങനെ ഒരു സ്വാമിജി ഇവിടെ പൂജ നടത്തുന്നുണ്ട്, കാണിച്ചു തരാം. ഒരു പാക്കറ്റ് പാലൊഴിച്ചാൽ ഭൂമിയുടെ ചൂട് കുറയുമെങ്കിൽ എന്നാൽ ഒരു പാക്കറ്റ് ഐസ്ക്രീം കൂടെ വരെ ഇടാൻ പറ. വെതർ റിപ്പോർട്ട് അങ്ങ് മാറട്ടെ. ഇതേ വേറെ ഒരു കൂട്ടം മണ്ണുകൾ അവിടെ വെച്ചിരുന്ന ട്രാഫിക് ബാരിക്കേഡാണ് അത്. ഇവന്റെ ഒക്കെ കുറച്ച് ഇച്ചിരെങ്കിലും ബുദ്ധി വേണ്ട, ഇച്ചിരെങ്കിലും. അതിനെ പിടിച്ച് ദൈവമാക്കി കളഞ്ഞ്. എന്റെ ദൈവമേ. അടുത്തത് ഇരിക്കുന്നു ഡസ്റ്റ്ബിൻ മഹാരാജ്. ഇതിനു മുന്നേ ഉമ്മർ എന്നതിന് പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഡസ്റ്റ്ബിൻ വല്ല പുണ്യം വല്ലതും ചെയ്തിട്ടുണ്ടായിരിക്കും? ഇല്ലായിരിക്കും അല്ലേ? ഇനി ആ ഡസ്റ്റ്ബിനകത്ത് മറ്റേ ചവറിന് പകരം വല്ല പ്രസാദം വല്ലതും. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. എന്തായാലും ടെക്നിക്കലി സ്പീക്കിംഗ് നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ ഇല്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു സംഭവം മനസ്സിലെങ്കിലും ഉള്ളത് നല്ലതാണ്. കാരണം ഈ ലോജിക്കിനെ പടിക്ക് പുറത്താക്കിയിട്ട് വിശ്വാസത്തിന്റെ പുറകെ അങ്ങ് പോവുക.